പ്രായവ്യത്യാസമില്ലാതെ സാധാരണക്കാരായ ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ പറ്റുന്നതായ രൂപത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ്. ഖത്മുൽ ഖുർആൻ്റെ 78ാമത്തെ ക്ലാസ്സാണ്. സൂറത്തുൽ അഅറാഫിൻ്റെ 73ാമത്തെ ആയത്ത് മുതൽ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من إله غيره കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞു സുക്കൂനുള്ള നൂനിൻ്റെയും അതുപോലെ തന്നെ മീമിൻ്റെയും നിയമങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു. നമ്മുടെ 78ാമത്തെ ക്ലാസ്സാണ്. തുടക്കം മുതലുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് പ്രയാസമില്ലാതെ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. കാണാതെ പഠിക്കുക എന്ന സംഗതി നമ്മുടെ ഈ ക്ലാസ്സിലില്ല. മനസ്സിലാക്കിയിട്ട് ഒന്നാമത്തെ ക്ലാസ്സിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഓരോ ക്ലാസ്സുകൾ കഴിയുന്തോറും നമുക്ക് അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാൻ ക്ലാസ് കേൾക്കുന്നതിലൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നതോടുകൂടെ നമ്മുടെ ഓത്തിൽ നമുക്ക് വലിയ മാറ്റം വരുത്താൻ സാധിക്കുമെന്നൊരു ഉറപ്പ് തീർച്ചയായിട്ടും ഉണ്ട്. സാധാരണക്കാരായ ആളുകൾക്ക് നമ്മളൊക്കെ സാധാരണ ഓതുന്ന ആ ഒരു രൂപത്തിൽ നിന്ന് നമ്മളൊന്ന് ഇപ്പോഴുള്ള ഓത്തൊന്ന് എപ്പോഴും പറയുന്ന പോലെ ഒന്ന് റെക്കോർഡ്, ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക. നമ്മുടെ ക്ലാസ് 2-3 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ രൂപത്തിൽ ക്ലാസ് കേട്ടതിന് ശേഷം എങ്ങനെയാണോ ഓതേണ്ടത് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ടോ. അപ്പോൾ ആ രൂപങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഓതുക. ആ 2 ഓത്തും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതിന് ക്ലാസ് കേൾക്കണം. ഒഴിഞ്ഞ സമയം നോക്കിയിട്ട് നമ്മൾ ശ്രദ്ധയോടുകൂടെ തന്നെ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുക. വേണമെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുക. എങ്ങനെ ആയാലും വേണ്ടില്ല, വിശുദ്ധ ഖുർആൻ മറിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇങ്ങനെ ഓണാക്കി ജസ്റ്റ് ഓണാക്കി വെച്ചാൽ അത് പെട്ടെന്ന് തിരിഞ്ഞോളുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒഴിവുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, വിശുദ്ധ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് തന്നെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഓതാൻ വേണ്ടി ശ്രമിക്കുക. ഓതാൻ ഇരിക്കുമ്പോൾ അതിൻ്റേതായ ആ ഒരു അതപോടുകൂടെ, തീരെ സമയമില്ലാത്ത ആളുകളാണ് മറ്റു സൗകര്യങ്ങൾ പ്രസംഗം കേൾക്കുന്നത് പോലെ കേൾക്കുക. എന്നാലും എന്ത് ചെയ്യുക, നമുക്ക് പഠിക്കാൻ കഴിയും. ഒഴിവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, വിശുദ്ധ ഖുർആൻ്റെ ആദരവും ബഹുമാനമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേബിളിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നല്ലൊരു വിരിപ്പൊക്കെ വെച്ച് അല്ലെങ്കിൽ മറ്റ് വിശുദ്ധ ഖുർആൻ വെക്കുന്ന സ്റ്റാൻഡിലൊക്കെ വെച്ച് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ക്ലാസ് ശ്രദ്ധിക്കുക. അതിൻ്റെ ആദരവ് ബഹുമാനം എപ്പോഴും കൊടുക്കണം. അതില്ലാതെ നമ്മൾ ക്ലാസ് കേട്ടതുകൊണ്ട് കാര്യമില്ല. കിടന്നുറങ്ങിയിട്ട് ഇങ്ങനെ കേൾക്കുക. അപ്പോൾ ആ ഒരു ഇതൊക്കെ മാറ്റി വെച്ച് നമ്മൾ നല്ല അതുപോടുകൂടി ഇരിക്കുക. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ മെയിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് പാരായണം ചെയ്യാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ നാളെ ശുപാർശയായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ തുടങ്ങി സൂറത്തുൽ അഅറാഫിൻ്റെ 73ാമത്തെ ആയത്ത് മുതലാണ്. നമ്മൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവസാനം തൻവീൻ ഫത്ഹ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അവസാനം തൻവീൻ ഫത്ഹ് ആണെങ്കിൽ, തൻവീൻ എന്ന് പറഞ്ഞാൽ 2 ഫത്ഹ് 2 ലമ്മ്. ഇവിടെ സ്വാലിഹൻ എന്നാണുള്ളത്. തൻവീൻ ഫത്ത് 2 ഫത്ഹായിട്ട് വരിക, 2 കസറായിട്ട് വരിക, 2 ലമ്മായിട്ട് വരിക. ഇതാണ് തെൻവീന് കൊണ്ടത്. അപ്പൊ ഈ തെൻവീൻ ഫത്ഹ് വരുന്ന സ്ഥലത്ത് നമ്മൾ നിർത്തേണ്ടത് വഇലാ സമൂദ അഖാഹും സ്വാലിഹ.
അപ്പോൾ തൻവീൻ ഫത്ത് ആ രൂപത്തിലാണ്. സ്വാലിഹ നീട്ടാനുണ്ടെങ്കിൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അവസാനത്തെ അക്ഷരത്തിൽ നീട്ടാനുണ്ടെങ്കിൽ നീട്ടുക. ഇവിടെ നീട്ടാനുണ്ടല്ലേ, തൻവീൻ ഫത്ത് ആകുമ്പോൾ നീട്ടാനുണ്ട്. തൻവീൻ ഫത്ത് നീട്ടാനുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഹംസക്ക് തൻവീൻ ഫത്തിന് നീട്ടാൻ അലിഫ് ഉണ്ടാവൂല. അപ്പം എന്ത് ചെയ്യുക, തൻവീൻ ഫത്ത് ആണെങ്കിൽ നീട്ടുക. സ്വാലിഹ നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. ഇങ്ങനെ ഖാല യാ ഖൗമി ഇഅ്ബുദൂ അവിടെ നിർത്തുകയാണെങ്കിൽ, നിർത്തണം എന്നല്ല പറഞ്ഞത്, അവിടെ ഒരാൾ നിർത്തുകയാണെങ്കിൽ എങ്ങനെ നിർത്തുക, യാ ഖൗമി ഇഅ്ബുദൂ ബുദൂ നീട്ടാനുണ്ട്, നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, സുക്കൂന് ചെയ്യുക. വഇല എന്ന് പറഞ്ഞിട്ടാണ് നിർത്തേണ്ടത്. വഇല സമൂദ് ദാലിന് സുക്കൂൻ ചെയ്തു. നിർത്തുമ്പോൾ ശ്രദ്ധിക്കണം, അവസാനം സുക്കൂനാവുമ്പോൾ തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ, നീട്ടാനുള്ള അക്ഷരമാണ് തൊട്ട് മുമ്പ് വരുന്നതെങ്കിൽ അവിടെ നിർത്തുമ്പോൾ സമൂദ് ദാലിന് സുക്കൂൻ ചെയ്തു നിർത്തിയപ്പോൾ അവിടൊക്കെ നിർത്തണം എന്നല്ല പറഞ്ഞത്. ഏതൊരാൾ മോദിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ശ്വാസമാണുള്ളത്. കുറേ ചില ആളുകൾ ദീർഘമായിട്ട് ഓതാൻ കഴിയും, ചില ആളുകൾക്ക് ഒരു വരി അല്ലെങ്കിൽ അരവരി കാവരി ഓതുമ്പോഴത്തേന് ശ്വാസം മുറിയും. അപ്പോൾ പിന്നെ നിർത്തേണ്ടി വരും. നിർത്തുമ്പം വഇല സമൂദ എന്ന് പറഞ്ഞ് നിർത്തരുത്, അവസാനം സുക്കൂൻ ചെയ്യണം. വഇല സമൂദ അഖാഹും وإلى ثمود أخاهم صالحا തുടക്കം ആയതുകൊണ്ടാണ് വിശദമായിട്ട് പറയുന്നത്, ശ്രദ്ധിക്കുക. وإلى ثمود أخاهم صالحا صالحا എന്ന് പറയരുത്. അവിടെ നിർത്തുകയാണെങ്കിൽ സ്വാലിഹ, നിർത്തുന്നില്ല എങ്കിൽ സ്വാലിഹൻ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ് അവിടെ അവസാനം ഹ ആണ്, ഹായിന് സുക്കൂൻ ചെയ്യണം. നീട്ടാനുള്ള സ്ഥലത്ത് നീട്ടുക. തൻവീൻ ഫത്ത് ആണെങ്കിൽ തൻവീൻ ഫത്തിന് പറഞ്ഞതുപോലെ തന്നെ നിർത്തുക. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ സുക്കൂൻ ചെയ്യുക. വഇല സമൂദ അഖാഹും അവിടെ മീമിന് സുക്കൂന് തന്നെയാണുള്ളത്, പിന്നെ ഒന്നും ചെയ്യേണ്ട, സുക്കൂൻ കൊടുക്കുക. ഖാല യാ ഖൗമി ഇഅ്ബുദു യാ ഖൗം മീമിന് സുക്കൂൻ ചെയ്തു. യാ ഖൗം ഖാല യാ ഖൗമി കൂട്ടി വായിക്കൽ ഇങ്ങനെ യാ ഖൗമി ഇഅ്ബുദു യാ ഖൗമി ഇഅ്ബുദു മിഅ്ബുദു മിഊന്ന് എന്നും പറയരുത്. പ്രത്യേകം കുട്ടികളൊക്കെ ഓതുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ക്ലാസ് ഇൻഷാ അല്ലാഹ് ഇടയിലായിട്ട് പ്രത്യേകിച്ച് 2ാം ക്ലാസ് 3ാം ക്ലാസ് പോലത്തെ ചെറിയ കുട്ടികൾക്കുള്ള ഖുർആൻ്റെ ക്ലാസ് നമ്മളെ ചാനലിലായിട്ട് ഏകദേശം വൈകുന്നേര സമയത്ത് വരും. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, കേൾക്കുക. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റി. ഇപ്പോൾ ഏകദേശം മദ്രസ തുടങ്ങിയ സമയമാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ട ചെറിയ ചെറിയ സൂറത്തുകൾ, അമ്മ സൂറത്ത് തുടങ്ങിയ തബാറക സൂറത്ത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, നമുക്ക് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതൊക്കെ ഇൻഷാ അല്ലാഹ് ചെറിയ സൂറത്തുകളിലായിട്ട് വരും. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് കാണാം. ഇവിടെ കൂട്ടി വായിക്കേണ്ടത്, നമ്മുടെ ഈ ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് മറ്റുള്ള ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിൻ്റെ പുറമെ ഓരോ സൂറത്താവുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാവും. യാ ഖൗമി മിഅ്ബുദു അതിൻ്റെ ഇടയിലുള്ള അലിഫ് ഇല്ലാത്തതുപോലെ ആ അലിഫ് കൂട്ടി വായിക്കുമ്പോൾ അത് പറയാതെ വായിക്കണം. മിഅ്ബുദു യാ ഖൗമി ഇഅ്ബുദു യാ ഖൗമി ഇഅ്ബുദു എന്നാണുള്ളത്. നിർത്തുമ്പോൾ യാ ഖൗമി ഇഅ്ബുദു. പിന്നെയുള്ളത് ലാ എന്ന ശബ്ദം അവിടെ ശബ്ദമാണുള്ളത്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് ഇതൊന്നും പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. അതിനാണ് തുടക്കം മുതലുള്ള ക്ലാസ് കേൾക്കണം. അതാവുമ്പം ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സംഗതിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സിലാവുമ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല.
യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്. ബുദു എന്നുള്ള നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശദ്ദോ വന്നാൽ നീട്ടുകയില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. യാ ഖൗമി ഇഅ്ബുദൂ, യാ ഖൗമി ഇഅ്ബുദുല്ലാഹ മാ ലകും മിൻ ഇലാഹിൻ ഗൈറുഹു. അവിടെ രണ്ട് മീം വന്നു, സുക്കൂനുള്ള മീമാണ്. ഒന്നാമത്തെ മീം സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിന്റെ ശേഷം മീം വന്നു. ആദ്യത്തെ മീമിന് രണ്ടാമത്തെ മീമിന് കൊടുക്കണം. മാലകും മി, മാലകും മി. പിന്നെ മിൻ സുക്കൂനുള്ള നൂന് ചിഹ്നം, സുക്കൂന്റെ ചിഹ്നം വന്നാൽ പിന്നെ അവിടെ ഒന്നും നോക്കണ്ട, അത് വ്യക്തമാക്കാനുള്ളതാണ്. കാരണം ശേഷമുള്ള അക്ഷരം ഇൽഹാറിന്റെ അക്ഷരം ഉണ്ടെങ്കിലേ നൂന് സുക്കൂന്റെ നൂന് ആ സുക്കൂന്റെ ചിഹ്നം വ്യക്തമായി കൊടുക്കുള്ളൂ, ഇല്ലെങ്കിൽ സുക്കൂന്റെ ചിഹ്നം കൊടുക്കൂല. അപ്പോൾ അത് ഇൽഹാറിന് മാത്രമാണ് നമ്മുടെ ഈ വിശുദ്ധ ഖുർആനിൽ നൂനിന്റെ ആ സുക്കൂന് എന്ത് ചെയ്യണം, വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് പറയാനുള്ളതാണ് എന്നർത്ഥം. മിൻ ഇലാഹിൻ ഗൈറുഹു, മിൻ ഇലാഹിൻ ഗൈറുഹു. അവിടെയും എന്താണ്, തൻവീൻ വന്നു. ഇലാഹിൻ അവിടെ നിർത്തുമ്പോൾ എങ്ങനെ നിർത്താ, ഇലാഹ് ഗൈറുഹു. അവിടെ ഹായിന് സുക്കൂൻ ചെയ്തു. ഗൈറുഹു ഹ ആണെങ്കിൽ ഹാത്ത ആണെങ്കിലൊക്കെ എന്ത് ചെയ്യുക, അവിടെ സുക്കൂൻ ചെയ്യാം. അവസാനത്തെ അക്ഷരം അവിടെ പിന്നെ നീട്ടാനുണ്ടോ ഇല്ലെന്നും നോക്കണ്ട. അവിടെ ഹു എന്നുള്ളത് ഒരു ചെറിയൊരു നീട്ടാനുണ്ടല്ലോ, വാവുണ്ട്. അവിടെ നിർത്തുന്നില്ല എങ്കിൽ ഗൈറുഹു ഹു, ഗൈറുഹു ഖദ് ജാഅത്കും. അവിടെ ഹ ആണ് ഹാത്താണ് വന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, നിർത്തുമ്പോൾ ഹ ആയിട്ട് മാറും. ഗൈറുഹു മാ ലകും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅത്കും ബയ്യിനത്തുൻ എന്നാണുള്ളത്. നിർത്തുമ്പോൾ അവസാനം സുക്കൂൻ ചെയ്യണം. അവിടെ തായിര മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഹ ആക്കി കൊടുക്കണം. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഖദ് ജാഅത്കും ബയ്യിനഹ, ഖദ് ജാഅത്കും ബയ്യിനഹ. മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ ഇനി ഓരോന്ന് പറയാം. ഖദ് ജാഅത്കും ബയ്യിനതും മിർ റബ്ബികും. അവിടുത്തെ നൂനിന്റെ ശേഷം ഒന്ന് പറഞ്ഞു നോക്കി. സുക്കൂനുള്ള നൂനിന്റെ ശേഷം അല്ലെങ്കിൽ സാക്കിനായ നൂനിന്റെ ശേഷം റോ വന്നു. റോ ലാമോ റോ വന്നാൽ എന്ത് ചെയ്യണം, അവിടെ കൂട്ടി യോജിപ്പിക്കുക. വേറൊന്നും ചെയ്യണം. മിർ റബ്ബിക്കും, മിൻ റബ്ബിക്കും എന്നൊന്നും പറയണ്ട. മിർ റബ്ബിക്കും, മിർ നൂന് റായിലേക്ക് കൊടുത്തു, അപ്പൊ നൂന് ഇല്ലാത്തതുപോലെ. മിർ റബ്ബിക്കും ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. ഹാദിഹി ഹി, ഇവിടെ ഈ ഹി ഇതൊക്കെ നോക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ഹായിന് നീട്ടാനുണ്ടോ എന്ന് നോക്കണം. ചിഹ്നം ഉണ്ടെങ്കിൽ നീട്ടുക. അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. നമുക്കെന്ത് ചെയ്യാം, ഈ ഓസാഫിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചിഹ്നം ഉണ്ടെങ്കിൽ നീട്ടുക, ഇല്ലെങ്കിൽ നീട്ടണ്ട. ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ. അവിടെ നിർത്തിയപ്പോൾ ആയത്തൻ എന്നാണുള്ളത്. നേരത്തെ പറഞ്ഞു തെൻവീൻ ഫത്ത് ആണെങ്കിൽ ആയത്ത എന്ന് പറയണമെന്ന് പറഞ്ഞു. ഇവിടെ തെൻവീൻ ഫത്തിനെ എപ്പോഴും എന്ത് ചെയ്യണം, തെൻവീൻ ഫത്ത് പിന്നെ ഹാത്ത ആണെങ്കിൽ പിന്നെ അവിടെ ഒന്നും ചെയ്യണ്ട. അവിടെ സുക്കൂണുള്ള ഹ ആയിട്ട് കൊടുക്കണം അല്ലേ. ആയ അവിടെ തെൻവീൻ പിന്നെ താഇന് ഹാത്താഇന് തെൻവീൻ ഫത്ത് ആണോ അല്ലേ നോക്കണ്ട. അവസാനത്തെ അക്ഷരം അവിടെയാണെങ്കിൽ ആയ. നിർത്തുന്നില്ല എങ്കിൽ അവസാനം നമ്മൾ നിർത്തുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുക, അതിനാണ് വഖഫ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഖദ് ജാഅത്കും ബയ്യിനതും മിർ റബ്ബിക്കും. നിർത്തി, മിർ റബ്ബിക്കും അവിടെ നിർത്തി അല്ലേ. മിർ റബ്ബിക്കും ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ.
അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ലക്കും ആയ നിർത്തുന്നില്ല എങ്കിൽ ആയത് ലക്കും ആയതൻ ഫദറൂഹ തഅകുൽ ആയതൻ ഫദറൂഹ അവിടെ എന്താ ഇഖ്ഫാ ചെയ്യണം فذروها تأكل في أرض الله ولا تمسوها بسوء അവിടെ നിർത്തി ഹംസക്ക് സ്പൂൺ കൊടുത്തു തൊട്ട് മുമ്പ് നീട്ടാനുണ്ട് അല്ലേ അവിടെ എന്താണ് അവിടെ നീട്ടാനുണ്ടെങ്കിൽ ഇല്ലെങ്കിലും അവിടെ മദ്ദിൻ്റെ ചിഹ്നമുണ്ട് അല്ലേ എന്താ മദ്ദിൻ്റെ ചിഹ്നം വരാൻ കാരണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം പിന്നെ ഹംസ വന്ന് ഹംസ എന്ന് പറഞ്ഞാൽ ആ ഇ ഉ ഇതാണ് ഹംസ ഇവിടെ ഹംസന്റെ ചിഹ്നം തന്നെയാണ് അപ്പോൾ അവിടെ മദ് മുത്തസിലാണ് അല്ലേ നമ്മൾ മദ് മുത്തസിലായാലും മുൻഫസിലായാലും ഒക്കെ എന്ത് ചെയ്യാം അവിടെ മദ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക അവിടെ എന്ത് ചെയ്യുക നമുക്ക് ആ മദ്ദുകളൊക്കെ വിശദമായിട്ട് പഠിക്കാം പറഞ്ഞിട്ടുണ്ട് വല ബിസൂ അവിടെ നിർത്തുന്നില്ല എങ്കിൽ അവിടെ നിർത്തിയാലും ഇല്ലെങ്കിലും ആ മദ് ഉണ്ടാവും അവിടെ മദ് വരും അല്ലേ നിർത്തിയാലും വരും നിർത്തിയിട്ടില്ലെങ്കിലും വരും ഫയഖുദകും അദാബുൻ അലീം ഇവിടെ മീമിന് സുക്കൂൻ ചെയ്തു നിർത്തിയപ്പോൾ വഖഫിൻ്റെ പിന്നെ സൂറത്തിൻ്റെ ആയത്തിൻ്റെ അവസാനമാണ് ആയത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ നിർത്തിയപ്പോൾ അലീമുൻ എന്നാണുള്ളത് നിർത്തിയപ്പോൾ മീമിന് സുക്കൂൻ ചെയ്തു തൊട്ട് മുമ്പ് നീട്ടാനുള്ള അക്ഷരമാണ് നീട്ടാനുള്ള അക്ഷരം 3 അക്ഷരമാണ് അലിഫ് യാ വാവ് ഇവിടെ യാ ആണ് വന്നിട്ടുള്ളത് അലീം അപ്പോൾ അവിടെ നിർത്തുമ്പോഴേ ഈ മദ് കൂടുതലായിട്ട് നീട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ സാധാരണ ഒരു യാ പോലത്തെ വരുള്ളൂ അലീമോ അവിടെ ആയത്തിൻ്റെ അവസാനമായതുകൊണ്ട് നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് നിർത്തും അവിടെ നിർത്തുന്നില്ല എങ്കിൽ അവിടെയോ അവിടെ നിർത്തിയപ്പോൾ ബിന് സുക്കൂൻ ചെയ്തു തൊട്ട് മുമ്പ് നീട്ടാനുള്ള അലിഫാണ് വന്നിട്ടുള്ളത് അപ്പൊ അദാബ് ഫയഖുദകും അദാബ് ഒരാൾക്ക് ശ്വാസം അവിടെ മുറിഞ്ഞു ولا تمسوها بسوء فيأخذكم عذاب കഴിവിൻ്റെ പരമാവധി നമ്മൾ നിർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുഴുവനായിട്ട് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ എങ്കിലും മദാബുൻ അലീം എന്ന് പറഞ്ഞാൽ ആ ഒരു പിന്നെ ഓതിയിട്ട് എന്ത് ചെയ്യണ്ട പിന്നെ അങ്ങനെ ഓതേണ്ട ആവശ്യമില്ല നമ്മൾ എവിടെയാണോ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശ്വാസം മുറിഞ്ഞ് അവിടെ നിർത്തുക അപ്പോൾ അതിനാണ് ഇപ്പോൾ ഓരോ വിഷയങ്ങൾ പറയുന്നത് അപ്പോൾ അതിനാണ് ഈ വഖഫ് പ്രത്യേകമായിട്ട് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് അവിടെ നിർത്തേണ്ട ഒരു അവസ്ഥ വരും എന്ന് തോന്നിയാൽ എന്ത് ചെയ്യുക അവിടെ നിർത്താമേ ഫയഖുദകും അദാബുൻ അലീം എന്നുള്ള വണ്ടി നീങ്ങൂല എന്ന് മനസ്സിലായാൽ പിന്നെ എന്ത് ചെയ്യുക അവിടെ ബ്രേക്ക് പിടിക്കുക അല്ലേ നമ്മളെ കൊണ്ട് ആവൂല എന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യുക അവിടെ വണ്ടി അവിടെ നിർത്തുക നമ്മളങ്ങനെയാണ് ചെയ്യുക അപ്പോൾ അതുപോലെ നമ്മളെ കൊണ്ട് ആവൂല എന്ന് അപ്പുറം പിന്നെ അത് മുഴുവനായിട്ട് കിട്ടൂല എന്ന് കണ്ട കാരണം അവിടെ അവസാനം നീട്ടാനുള്ളതാണ് അപ്പോൾ ആ അവസാനം ഇവിടെയും അവിടെയും കൂടി ആകുമ്പോൾ എന്ത് ചെയ്യും പിന്നെ നീട്ടാൻ കഴിയൂല എന്ന് മനസ്സിലായി വേഗം എന്ത് ചെയ്യുക അവിടെ നിർത്തിയാൽ മതി പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ ഒന്ന് പറഞ്ഞിരുന്നു ഉസ്താദ് പോകുന്ന പോലെ നമ്മളെ കൊണ്ടാവുന്ന 10-80 വയസ്സായി എന്നറിഞ്ഞ് ഒരു ഉമ്മ പറഞ്ഞിരുന്നു പിന്നെ ഓതാൻ കഴിയണില്ല ഉസ്താദ് നിർത്തുന്ന പോലെ ഓതാൻ കഴിയുന്നില്ല അപ്പം നമ്മളിപ്പോൾ എങ്ങനെ നിർത്തുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വഖഫ് ചെയ്യേണ്ട വിഷയം അത് വഖഫ് എന്ന് പറഞ്ഞാൽ നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഉമ്മ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പിന്നെ 80 വയസ്സാണെന്നില്ല ചിലപ്പോൾ ചില ആൾക്കാർക്ക് 40 വയസ്സായാൽ ചിലപ്പോൾ ചെയ്യും ചില ആൾക്കാർക്കാണ് ഓതാൻ പിന്നെ കൂടുതലായിട്ട് ഓതാൻ കഴിയുന്നില്ല എങ്കിൽ അപ്പം നമ്മൾ എവിടെ നിർത്തേണ്ടി വന്നാലും നിർത്തുക എന്ന് പറഞ്ഞാൽ ശ്വാസം വിടുക ശ്വാസം പിന്നെ വിടാൻ വേണ്ടി നമ്മൾ നിർത്തുമല്ലോ അതിനാണ് വഖഫ് എന്ന് പറയാം അപ്പോൾ ആ ഒരു ശ്വാസം വിടാൻ എവിടെ വിടുന്നുവോ
ഒരാൾ ഓതിയപ്പോൾ ഇങ്ങനെ ഫയഖുദക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിർത്തുകയാണെങ്കിൽ അവിടുത്തെ അങ്ങനെ തന്നെ നിർത്തേണ്ടത്. അവസാനം സുക്കൂൻ ചെയ്തു, അവിടെ ഇതിന് സുക്കൂനാണല്ലോ. ഫയഖുദക്കും അദാബ്, അവിടെ നിർത്തുമ്പോൾ അദാബ് എന്ന് പറഞ്ഞാൽ പോരാ, അദാബ് എന്ന് പറഞ്ഞാൽ പോരാ, അദാബ് ബാഇന് സുക്കൂൻ ചെയ്യണം, അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യണം. തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ അതിനാണ് കുറച്ചും കൂടി നീട്ടിയത്. അദാബ് തൊട്ട് മുമ്പ് ഒരു അലിഫുണ്ടല്ലോ, അദാബുൻ, അവിടെ നിർത്തുമ്പോഴേ അങ്ങനെ നിർത്തണ്ടുള്ളൂ. നിർത്തുന്നില്ല എങ്കിൽ അദാബുൻ അലീം, ഇപ്പം അവിടെ നിർത്തിയത്. അപ്പോൾ പിന്നെ അവിടെ നീട്ടേണ്ടത്, കാരണം തൊട്ട് മുമ്പ് നീട്ടാനുള്ള യാ ആണ് വന്നിട്ടുള്ളത്. നീട്ടാനുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാലോ അല്ലേ? അലിഫാണ്, യാ ആണ്, വാവാണ്. ഇത് മൂന്നും ശ്രദ്ധിക്കുക. നിർത്തുമ്പം ഇത് ശ്രദ്ധിക്കുക. അവസാനത്തെ അക്ഷരത്തിന് സുക്കൂൻ ചെയ്യുക. സുക്കൂനാകുമ്പോഴേ ഇവിടെ പിന്നെ എന്ത് ചെയ്യുള്ളൂ, നീട്ടാൻ വരുള്ളൂ. അലീമ, ഉദാഹരണത്തിന് അലീമൻ എന്നാണുള്ളെങ്കിൽ അലീമ, അലീമ എന്ന് പറയില്ല. അവസാനം സുക്കൂനാകുമ്പോഴേ തൊട്ട് മുമ്പുള്ള നീട്ടാനുണ്ട് എങ്കിൽ മാത്രമേ നീട്ടുകയുള്ളൂ. ആ നീട്ടുന്നതിൻ്റെ പേരാണ് മദ് ആരിദ് എന്ന് പറയും. നമുക്കൊന്ന് ഓതി വെക്കാം ഇൻഷാ അല്ലാഹ്. ഒരു ആയത്ത് പറഞ്ഞു, ഇനി കൂടുതൽ വിശദീകരണം ഉണ്ടാവില്ല. وَإِلَى ثَمُودَ أَخَاهُمْ صَالِحًا, ഞാനവിടെ നിർത്തി. قال يا قوم اعبدوا الله ما لكم من إله غيره. ഇവിടെ നിർത്താതിരിക്കലാണ് നല്ലത്. നിർത്തിയാലും കുഴപ്പമില്ല. അവിടെ സീല എന്ന മേലെ ഒരു ചിഹ്നം കണ്ടില്ലേ, അവിടെ നിർത്താതെ ഓതലാണ് നല്ലത്. ഇനി നിർത്തിയാൽ കുഴപ്പമില്ല, കാരണം ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പിന്നെ കൂടുതൽ ഓതാൻ കഴിയുമല്ല. അപ്പോൾ അവിടെ നിർത്തുക. ഇനി എന്ത് ചെയ്യുക, മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു ഖദ് ജാഅത്കും ബയ്യിനതും മിർ റബ്ബിക്കും. അവിടെയും ആ ചിഹ്നം തന്നെയാണുള്ളത് അല്ലേ? ഖദ് ജാഅത്കും ബയ്യിനതും മിർ റബ്ബിക്കും. ഇനി വേണമെങ്കിൽ ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയ, ഇവിടെയൊക്കെ ചിഹ്നം ഉള്ളത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക, അവിടെ നിർത്തുക. ഇനി എന്ത് ചെയ്യുക, നമ്മൾ എടുത്തു ഓതാനൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. എടുത്തു ഓതാനും നിർബന്ധമില്ല, കാരണം നമ്മളിപ്പോൾ ശ്വാസം കുറഞ്ഞ ആളുകളൊക്കെ ഉണ്ടാവും. ഇനി എടുത്തു ഓതിയാൽ പിന്നെ അവിടെ തന്നെ നിർത്തേണ്ടി വരും. അപ്പോൾ അത് മുന്നോട്ട് പോകില്ല. فذروها تأكل في أرض الله ولا تمسوها بسوء. വടക്ക് നിർത്തുന്ന എന്തിനാ വെച്ചാൽ നിർത്തുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. നിർത്തുന്നില്ല എങ്കിൽ ബിസൂഇൻ ഫയഖുദകും അദാബുൻ അലീം. واذكروا إذ جعلكم خلفاء من بعد عاد. അവിടെ നിർത്തിയത് കണ്ടില്ലേ? 74-ാമത്തെ ആയത്താണ്. അത് നമ്മുടെ ക്ലാസ് കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി ഈ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന അതുപോലത്തെ മുസാഫിൽ നോക്കിയിട്ട് ഓതലായിരിക്കും നല്ലത്. അപ്പം നമ്മൾ മറ്റേ പിന്നെ ഖുർആൻ നോക്കി ഇങ്ങനെ ഓതിയ ആളുകൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കുന്നതിനോടുകൂടെ നമുക്ക് ഈ ഖുർആനിലേക്ക് മാറ്റം പിന്നെ മാറാൻ കഴിയും. അതുപോലെ തന്നെ മറ്റേതിനേക്കാൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഓതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതായിരിക്കും സിമ്പിള്. മറ്റേതിങ്ങനെ ഒരു കൂട്ടി എഴുതിയ ആ രൂപത്തിലാകുമ്പോൾ അതിലേറെ ഒന്നുകൂടി സിമ്പിള്. ഇതിങ്ങനെ ഓതേണ്ട രൂപങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളൊക്കെ അധികം ആളുകളും ആ പഴയ മുസാഫിലാണ്, പഴയ ആ ലിപിയിലുള്ള ഖുർആനിലാണ് നോക്കിയിട്ട് ഓതുന്നത്. അപ്പോൾ അതിനേക്കാൾ ഒരു മാറ്റം വരുത്താനൊക്കെ കഴിയും ഇൻഷാ അല്ലാഹ്. واذكروا إذ جعلكم خلفاء من بعد عاد. അവിടെ നിർത്തിയപ്പോൾ എന്ത് ചെയ്തു, തെൻവീൻ ഫത്ത്, അവിടെ തെൻവീൻ കസറാണ്, 2 കസറാണ് വന്നിട്ടുള്ളത്. തെൻവീൻ ഫത്ത് അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, സുക്കൂൻ ചെയ്യണം. അപ്പം നിർത്തി ദാലിന് സുക്കൂൻ ചെയ്തു. ആദ് തൊട്ട് മുമ്പ് ഐനിൻ്റെ ശേഷം ഒരു അലിഫുണ്ട്. അപ്പോൾ അവിടെ നിർത്തിയപ്പോൾ അല്പം കൂടി നീട്ടണം. ആദ് മദ് ആരിൽ വന്നു അല്ലേ?
وبوأكم في الأرض تتخذون من سهولها قصورا. അവിടെ നിർത്തി. തൻവീൻ ഫത്ത് ആണ് നിർത്തുമ്പോൾ ഖുസൂറ എന്ന് പറയണ്ട, കാരണം അവസാനം സുക്കൂൻ അല്ല, തൻവീൻ ഫത്ത് ആണ്. وتنحتون الجبال بيوتا تنوين فتح فاذكروا آلاء الله ولا تعثوا في الأرض مفسدين. നൂന് സുക്കൂൻ തൊട്ട് മുമ്പ് നൂന് സുക്കൂൻ ചെയ്യണം. മുഫ്സിദീൻ. ഈ നൂനിന് സുക്കൂൻ ചെയ്യുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഫ്സിദീന് എന്ന് പറയില്ല, ന് എന്ന് പറയില്ല, അൻ അന് എന്ന് പറയില്ല, അൻ എന്നേ പറയുള്ളൂ. അൻ 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 എന്നേ പറയും. നൂനിന് സുക്കൂൻ ചെയ്യുമ്പോൾ അന് എന്ന് പറയില്ല, അന് എന്ന് പറയല്ലോ, അന് അത് പറയില്ല. അൻ അൻഅംത 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 എന്ന് പറയില്ല, അൻഅംത എന്ന് പറയില്ല. അൻഅംത മുഫ്സിദീൻ. ചുണ്ട് തുറക്കണം, വായ തുറക്കണം നൂന് പറയുമ്പോൾ. മീമോ ആകുമ്പം വായ പൂട്ടണം, എന്ന് പറയണം. മറ്റേ അൻ അൻ അം രണ്ട് വ്യത്യാസമില്ലേ? അതൊന്ന് പറഞ്ഞു നോക്കിയാൽ മതി. എന്ന് പറയുമ്പം ചുണ്ട് കൂട്ടണം, അന് എന്ന് പറയുമ്പോൾ അൻ ചുണ്ട് തുറക്കുകയും വേണം. അൻ ചുണ്ട് തുറക്കണം, അൻ. ഒന്ന് പറഞ്ഞു നോക്കി. അൻ നാവിൻ്റെ തലഭാഗം എവിടെ തട്ടുന്ന? മേലെ, മുൻപല്ലിൻ്റെ മോരട്ടിലായിട്ട് മേലെ ഭാഗത്ത് തട്ടുന്നു, അൻ. അപ്പോ ഒന്നുകൂടി ഒന്ന് നോക്കി. واذكروا إذ جعلكم خلفاء من بعد عاد وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون الجبال بيوتا فاذكروا آلاء الله ولا تعثوا في الأرض مفسدين ولا تعثوا في الأرض مفسدين. 75-ാമത്തെ ആയത്. قال الملأ الذين استكبروا من قومه للذين استضعفوا لمن അവിടെ നിർത്താണെങ്കിൽ ലിമൻ നൂന് സുക്കൂന തന്നെ. للذين استضعفوا لمن آمن منهم أتعملون أن صالحا مرسل من ربه അവിടെ ഹായിന് സുക്കൂൻ ചെയ്തു. قالوا إنا بما أرسل به مؤمنون. നൂന് സുക്കൂനെ തൊട്ട് മുമ്പ് നീട്ടാണ്ട് മധ്യ ആരിൽ തോന്നുന്നു. قال الملأ الذين استكبروا من قومه للذين استضعفوا لمن آمن منهم
أتعلمون أن صالحا مرسل من ربه قالوا إنا بما أرسل به مؤمنون قال الذين استكبروا إنا بالذي آمنتم به كافرون قال الذين استكبروا നിർത്തുകയാണെങ്കിൽ പിന്നെ അവിടെ ആ മദ് വരൂല, കൂടുതലായിട്ടുള്ള മദ് വരൂല. നീട്ടാനുള്ള അക്ഷരം അവിടെ മദ് വരാൻ കാരണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം റൂ എന്ന് വന്നല്ലോ, നീട്ടാനുള്ള ഒരു അവിടെ വാവ് വന്നു, അതിനുശേഷം ഈ എന്ന ഹംസ വന്നു. ഹംസ വന്നത് കൊണ്ടാണ് അവിടെ നീട്ടാൻ വന്ന് മദ് മുത്തസിലാണ്. നിർത്തുകയാണെങ്കിൽ അത്രേ വരുള്ളൂ. നിർത്തുന്നില്ല എങ്കിൽ قال الذين استكبروا إنا بالذي നിർത്തുന്നില്ല എങ്കിൽ إنا بالذي آمنتم به كافرون قال الذين استكبروا إنا بالذي آمنتم به كافرون. 77 ആയത്ത്. فعقروا الناقة താ ആണുള്ളത്. താ നിർത്തിയപ്പോൾ അവിടെ ഹ ആയിട്ട് മാറി. ഹാന് സുക്കൂൻ കൊടുക്കുക അല്ലേ, ഹാ ഒരു സുക്കൂണുള്ള ഹാ ആക്കി മാറ്റുക. എന്നാണുള്ളത്. നീട്ടാനുള്ളതിന് ശേഷം ഷദ് വന്നു അല്ലേ, അവിടെ ഷദ് വന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, ഷദ്ദോ സുക്കൂനോ വന്നാൽ നീട്ടുകയില്ല. ഫഅഖറൂന്ന എന്ന് പറയില്ല, فعقروا وعتوا عن أمر ربهم وعتوا عن أمر ربهم وقالوا يا صالح. അവിടെ നിർത്തി ഹ എന്ന് സുക്കൂൻ ചെയ്തു. ഹ അല്ലേ, ഹ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഹാന്നായി പോകാൻ പാടില്ല, പുള്ളി വരാൻ പാടില്ല അല്ലേ. ഹ ഹ അഹ് അഹ ഇഹി ഉഹു ആ ഹ തന്നെ വരണം, സ്മൂത്ത് ആയിട്ട് വരണം. അത് നമ്മൾ പറഞ്ഞ് ശീലിച്ചാൽ മതി. യാ സ്വാലിഹ് ഹന് സുക്കൂൻ ചെയ്തു. നിർത്തുന്നില്ല എങ്കിൽ ഹന് ലൊമ്മാണ്, ശേഷമുള്ളത് വസിലിൻ്റെ ഹംസയാണ്, ഹംസത്തുൽ വസിലാണ്. അത് കൂട്ടി വായിക്കൂല, കൂട്ടി വായിക്കുമ്പം അത് പറയൂല, നേരെ എന്നുള്ളതിലേക്കാണ് കൂട്ടി വായിക്കണം. യാ സ്വാലിഹു യാ സ്വാലിഹു തിന ഹു തിന ഹു തിന എന്ന് പറയുന്നത് ഹു 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 എന്ന് പറയുന്നത് യാ സ്വാലിഹു യാ സ്വാലിഹു തിന ബിമാ തഇദുന. وقالوا يا صالح ائتنا بما تعدنا إن كنت من المرسلين. നൂനിൻ്റെ നിയമങ്ങളൊക്കെ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ 72, 73 ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മീമിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർമ്മയിൽ വേണം. ഇന്നത്തെ ക്ലാസ്സിൽ അത് ഫുള്ളായിട്ട് പറയുന്നില്ല ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ ശബ്ദുള്ള നൂനാണ് മണിക്കണം. وقالوا يا صالح ائتنا بما تعدنا إن كنت من المرسلين.
فأخذتهم الرجفة فأصبحوا في دارهم جاثمين فأخذتهم الرجفة فأصبحوا في دارهم جاثمين فأخذتهم الرجفة فأصبحوا في دارهم جاثمين 79 فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا تحبون الناصحين فتولى عنهم وقال يا قوم لقد أبلغتكم رسالة ربي ونصحت لكم ولكن لا നൂനിൻ്റെ ശേഷം ലാമ വന്നിട്ടുള്ളത് ولكن لا تحبون الناصحين 80-ാമത്തെ ആയത്ത് ولوطا إذ قال لقومه أتأتون الفاحشة ما سبقكم ولوطا إذ قال لقومه നിർത്തിയപ്പോൾ ലിഖൗമി നിർത്തുന്നില്ല എങ്കിൽ അവിടെ ഒരു നീട്ടാനുള്ള ചിഹ്നമുണ്ടല്ലേ, മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. നീട്ടാനുള്ള യാ ഉണ്ട്, പിന്നെ ആ യാന് എന്ത് ചെയ്യണം, ഹീ എന്ന് നീട്ടും ചെയ്യണം അല്ലേ, കാരണം മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. ശേഷമുള്ളത് ഹംസ ആയതുകൊണ്ടാണ്. നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ ആ അലിഫ് എന്ന് പറയുന്നത് സാധാരണ അലിഫ് നമ്മൾ സാധാരണ നമ്മളിത് കണ്ടാൽ അത്ത തൂന എന്നുള്ളിടത്ത് അലിഫാണല്ലോ, അത് കാണുമ്പോൾ നമ്മൾ അലിഫ് എന്ന് പറയും അല്ലേ. അലിഫ് സാധാരണ ഉപയോഗിക്കലപ്പോഴാണ് നീട്ടാനാണ് ഉപയോഗിക്കുക, അതിനാണ് അലിഫ് എന്ന് പറയാം. അലിഫിൻ്റെ മുകളിൽ പിന്നെ ഫത്ഹ് ഇട്ടാൽ അല്ലെങ്കിൽ ഗസർ ഇട്ടാൽ ലൊമ്മിട്ടാൽ പിന്നെ അത് ഹംസയായിട്ട് പറയും. ആല അവിടെ കണ്ടില്ലേ, ആല അവിടെ നീട്ടാനുള്ള ഒരു അലിഫ് വന്നു, അതാണ് നീട്ടാനുള്ള അലിഫ് എന്ന് പറയാം. മറ്റേത് ഹംസയാണ്. ഇത് വലൂത്തൻ ഇത് അവിടെ ഈ എന്നുള്ളത് അത് ഹംസയാണ്. അത് തൂന അത് ഹംസയാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ ഒന്നുകൂടി നീട്ടും. മദ് പിന്നെ അതേ വാക്കിലാ വന്നതെങ്കിൽ മദ് മുത്തസിൽ എന്ന് പറയും. അടുത്ത വാക്കിലാണെങ്കിൽ മദ് മുൻഫസിൽ പിന്നെ മദ് മുൻഫസിൽ എന്ന് പറയും. അപ്പം ഏതായാലും അവിടെ മദ്ദിൻ്റെ ചിഹ്നമുണ്ട്. അപ്പം എന്ത് ചെയ്യണം, നീട്ടണം. ലിഖൗമിഹി അത്ത് ഈ നീട്ടൽ നമ്മൾ നീട്ടന്നെ വേണം, ഇല്ലെങ്കിൽ പിന്നെ അവിടെ നീട്ടാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ ഉസ്താദ് നീട്ടുന്ന പോലെ നീട്ടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ നീട്ടാൻ കഴിയണില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് മാത്രം ഓതുന്നുവെങ്കിൽ ലിഖൗമിഹി അതൂന ഇത്ര നീട്ടാൻ കഴിയാത്തവരുണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. അപ്പം എന്ത് ചെയ്യുക, വലൂത്തൻ ഇദ് ഖാൽ എന്നടുത്ത് ലിഖൗമിഹി അതൂൻ അൽഫാഹിഷത മാ സബഖകും. കുറച്ച് നീട്ടാൻ കഴിയൂലേ, നീട്ടാൻ കഴിയുന്നില്ലെങ്കിൽ പ്രശ്നമില്ല, അവിടെ നിർത്തിയാൽ മതി. ഇത് ഖാല ലിഖൗമി നീട്ടാൻ കഴിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പുറം നീട്ടാൻ കഴിയുന്നില്ല എങ്കിൽ നീ അവിടെ നിർത്തിയാൽ മതി. ലിഖൗമി അപ്പോൾ പിന്നെ പ്രശ്നമില്ല. നിങ്ങൾ അടുത്ത ചോദ്യം അതൂനൽ ഫാഹിഷത മാ സബഖകും
ما سبقكم بها من أحد من العالمين. ഇതാ ഇങ്ങനെയാണ് ഓതേണ്ട രൂപം. തീരെ കഴിയാത്ത ആളുകൾ എന്ത് ചെയ്യുക, അവനവനെ കൊണ്ട് ആവുന്ന രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, ഓതുക. ഇപ്പൊ ഇങ്ങനെ ഒരാളിപ്പോ വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതതൂന, ഒരാളിപ്പോ തീരെ കഴിയാത്ത ഒരാളിപ്പോ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെങ്കിലും പിന്നെന്ത് ചെയ്യുക, അങ്ങനെ ഇപ്പൊ നിർത്തിയിട്ട് ഓതിയാലും എന്തുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ അധികം ആളുകൾ പോതൽ ഇങ്ങനെയാണ്, വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി അതതൂന എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നിർത്തലുണ്ട്. അപ്പോൾ അത് പിന്നെ അങ്ങനെ എല്ലാം നിർത്തേണ്ടത് അവസാനം സുക്കൂനാണ് ചെയ്യേണ്ടത്. ഒരാളിപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ ഓതി ഈ നിയമങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ട് ഓതാന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. അപ്പോൾ അവനവനെ കൊണ്ട് ആവുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, ഓതുക. നിയമങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി പാലിക്കാൻ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ശ്രമിക്കുക. എവിടെയൊക്കെ നിയമങ്ങളൊക്കെ ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് മെനക്കെടാം. ഏതായാലും കഴിയും, ഉറപ്പാണ്. നമ്മൾ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ഓതുക എന്നുള്ളത് നമ്മളെ ക്ലാസ് കേൾക്കുന്നതോടുകൂടെ നമ്മൾ ഓതുക എന്നുള്ളതല്ല, നമ്മൾ ശ്രദ്ധിക്കാൻ കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. അപ്പോൾ വലൂതൻ ഇദ് ഖാല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നിർത്തുമ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ ഓത്തിപ്പോൾ നമ്മൾ സാധാരണ ഓതുമ്പോൾ 4-5 പേജ് അല്ലെങ്കിൽ 10 പേജ് അല്ലെങ്കിൽ 20 പേജ് അല്ലെങ്കിൽ 2 പേജൊക്കെ ഓതുന്ന ആളുകൾ പഠിച്ചവൻ ഇന്നിപ്പോൾ നമ്മൾ എന്ന് 2 പേജല്ല ഓതിയിരുന്നത്, ഇന്നിപ്പോൾ അര പേജ് വരെ ആയില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും ആർക്കും വേണ്ട. നമ്മൾ ഓതുന്നത് കുറേ പേജ് ഓതുക എന്നുള്ളതല്ല, ഓതുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അപ്പം അതിന് ഒരു വരിയാണെങ്കിൽ ഒരു വരി ഓതിയാൽ മതി. നമ്മൾ ഓതുന്നത് എന്ത് ചെയ്യുക, ഇപ്പോൾ തൽക്കാലം കുറച്ചൊന്ന് മെനക്കെട്ടുകൊണ്ട് നമ്മൾ പിന്നെ ആ വിഷമമൊന്നും ആർക്കും വേണ്ട. കാരണം അതിലേറെ മെച്ചമുള്ളൊരു കാര്യമാണ് നമ്മൾ ഓതുകയും അതിന് കൂടെ പഠിക്കുകയും ചെയ്യുമ്പം നമ്മൾ ഇനിയുള്ള ഭാവിയിലെ നമുക്ക് മനോഹരമാക്കാൻ കഴിയും. അതിന് പുറമെ നമ്മൾ പഠിക്കുകയാണ്, അപ്പോൾ ഒരുപാട് കൂലിയാണ്. ക്ലാസ് കേൾക്കുകയാണ്, കൂലിയാണ്. ക്ലാസ് കാണുകയാണ്, അല്ലേ, വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുകയാണ്, അപ്പോൾ അതിന് കൂലിയാണ്. ഓതാൻ പറ്റാത്ത സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്ലാസ് കേൾക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളെ മൊബൈലാണല്ലോ, മൊബൈലിൽ ക്ലാസ് കേൾക്കുക. അടുത്തുള്ള ആരെങ്കിലൊക്കെ പിന്നെ വിശുദ്ധ ഖുർആൻ മറിച്ചുകൊണ്ട് ഓതുന്നുണ്ടെങ്കിൽ അതിലേക്ക് നോക്കുക, അതിനൊക്കെ കൂലിയാണ്. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിന് കൂലിയാണ്, പഠിക്കാൻ ഇരിക്കുന്നതിന് കൂലിയാണ്, കേൾക്കുന്നതിന് കൂലിയാണ്, ഓതുന്നതിന് കൂലിയാണ്. ഓതിയിട്ട് നമ്മൾ ആ നിയമങ്ങളൊക്കെ പാലിക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് കൂലി. ഇങ്ങനെ പല നിലക്കും നമ്മൾ കൂലികൾ വരികയാണ്. അതിനൊക്കെ പുറമെ നിങ്ങൾ ഈ വീഡിയോ പല ആളുകളിലേക്ക് എത്താൻ വേണ്ടിയൊക്കെ നമ്മളെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, ലൈക്ക്, ഷെയർ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഈ ഒരു കാരണം കൊണ്ട് പല ആളുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിയാതെ ഷെയർ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് എത്തുന്നത്. ലൈക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ നമ്മുടെ വീഡിയോകളൊക്കെ കാണുമ്പോൾ, ഏത് വീഡിയോ ആണെങ്കിലും നമ്മുടെ വീഡിയോകളൊക്കെ യൂട്യൂബിലെ വീഡിയോകളൊക്കെ കൂടുതലായിട്ട് കാണുമ്പോൾ അത് കൂടുതൽ ആളുകളിലേക്ക് എത്താനുള്ള പിന്നെ ഒരു വ്യൂസ് കൂടാനൊക്കെ ഉള്ള കാരണമാകും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് അത് ചെയ്യും. അപ്പോൾ നമ്മളെ വീഡിയോകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ സമയം കേൾക്കുകയാണെങ്കിൽ, അത് നിങ്ങളൊരു 5 മിനിറ്റ് ഏറെ കേൾക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു നേട്ടം നമുക്ക് തന്നെയാണുള്ളത്. നമ്മൾ നല്ല നിയത്തോടു കൂടെ ചെയ്താൽ അതിനൊക്കെ കൂലി നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നല്ല രൂപത്തിൽ എന്നെ സംബന്ധിച്ചായാലും നിങ്ങളെ സംബന്ധിച്ചായാലും ക്ലാസ് എടുക്കാനും ക്ലാസ് കേൾക്കാനും പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ധാരാളമായിട്ട് ഖത്ബ് തീർക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വലൂതൻ ഇദ് ഖാല ലിഖൗമിഹി أتأتون الفاحشة ما سبقكم بها من أحد من العالمين. അവിടെ നിർത്തി അല്ലേ, നൂന് സുക്കൂൻ ചെയ്തു, തൊട്ട് മുമ്പ് നീട്ടാറുണ്ട്. ഇന്നക്കും ലതഅതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون.
ഇന്നക്കും ലതൂന റിജാൽ ലതൂന റി എന്ന് പറയരുത് രി സാധാരണ ബ ബി ബു ലേ ജ ജി ജു ത തി തു ലേ ഇതുപോലെയല്ല റോ റി ഇരു റു എന്ന് പറയരുത് റോ രി റു എന്നാണ് പറയേണ്ടത് റോയിന് കസിർ വന്ന് തെർത്തീക്ക് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് ലതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون 82 وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون إنهم أناس يتطهرون وما كان جواب قومه إلا أن قالوا أخرجوهم من قريتكم إنهم أناس يتطهرون നമ്മളിപ്പോൾ 2 പ്രാവശ്യം ഓതി ഒന്നുകൂടി ഓതുമ്പോൾ 3 പ്രാവശ്യമാവും ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ശൈലി 3 പ്രാവശ്യം ഖത്ബ് തീരുന്ന രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ 82 ആയത്ത് വരെയാണ് നമ്മൾ ഓതിയത് ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ അതല്ല ഒരു 2-3 ആയത്ത് വിശദമായിട്ട് പറഞ്ഞ് പിന്നെ അല്പം കുറച്ച് ദീർഘമായിട്ട് ഓതിയിട്ട് പോകലാണ് നല്ലത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇൻഷാ അല്ലാഹ് എനിക്കും തോന്നുന്നത് അങ്ങനെയാണ് ഏകദേശം 4-5 ആയത്തുകളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാം പിന്നെയുള്ളത് എന്ത് ചെയ്യുക ഒരു 10 ആയത്ത് 15 ആയത്ത് എന്ത് ചെയ്യുക കൂടുതൽ വിശദീകരണങ്ങളില്ലാതെ ഇങ്ങനെ ഓതലാണോ പ്രധാനപ്പെട്ട് മാത്രം പറഞ്ഞു പോയാൽ മതിയോ ഇങ്ങനെയുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടാതെ കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ക്ലാസ് ഒരിക്കൽ സാധാരണ ഒന്ന് ഇടവിട്ട ദിവസങ്ങളിലാണ് വരിക അങ്ങനെയാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ല ദിവസം വേണോ ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ അസൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും ഏതായാലും പിന്നെ നമ്മളിപ്പോൾ ഡെയിലി ഉള്ള ക്ലാസ് അത് സ്ഥിരമായിട്ട് ഏകദേശം പിന്നെ മുറിയാതെ വരുന്നുണ്ട് വൈകുന്നേരത്തെ ക്ലാസ് ഏകദേശം പിന്നെ 7 മണിക്കാണ് നമ്മുടെ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് പാരായണം മാത്രമുള്ള ക്ലാസ്സാണ് നമ്മുടെ ഈ ക്ലാസ് ഏകദേശം ഉച്ചക്ക് 1:30 മണിക്കാണ് സാധാരണ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നഷ്ടപ്പെടാതെ ക്ലാസ് ലഭിക്കണമെങ്കിൽ നമ്മുടെ നമ്പറിലൊക്കെ എന്ത് ചെയ്യുക ഒന്ന് മെസ്സേജ് അയക്കുക പക്ഷേ 1-2 ആളുകൾ പിന്നെ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞോന്ന് ഓർമ്മയില്ല 1-2 പിന്നെ നൗഷർണ എന്ന് പറഞ്ഞ സഹോദരി ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ ദുആ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല ഏതായാലും വേണ്ടിയില്ല സഹോദരിയുടെ ചെറിയൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് പ്രയാസങ്ങളില്ലാതെ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല പരിപൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് രോഗങ്ങളൊക്കെ പരിപൂർണമായിട്ടും ഷിഫാക്കി പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഇബാദത്തിലായിക്കൊണ്ട് കഴിഞ്ഞുകൂടാനൊക്കെയുള്ള തൗഫീഖ് അവർക്ക് നമുക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ സജീന എന്ന് പറയുന്ന സഹോദരിയുടെ ഉമ്മയുടെ ആണ്ടിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹദിയുടെ ആ ഉമ്മയുടെ ഖബറിടം സ്വർഗീയ പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ ബർസഖിയ ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമായി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ മജീദ എന്ന് പറയുന്ന സഹോദരിയുടെ മകളുടെ ആണ്ടാണെന്ന് പറഞ്ഞിരുന്നു
ഇവരൊക്കെ നമ്മുടെ പ്രേക്ഷകരായ ആളുകളാണ്. അവരുടെയൊക്കെ പിന്നെ ഈ പറയപ്പെട്ട മജീദ എന്ന് പറയുന്ന സഹോദരിയുടെ പിന്നെ മകളുടെ ആണ്ടാണെന്ന് പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ആണ്ട്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമായി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സെറീന എന്ന് പറയുന്ന സഹോദരിയുടെ മകള് എക്സാം എഴുതുന്നുണ്ട്. കാര്യപ്പെട്ട എന്തോ ഒരു എക്സാമാണെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല റാഹത്തുള്ള നല്ല റിസൾട്ട് നേടാനൊക്കെയുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മുഹമ്മദ് അസ്ലം എന്ന് പറയുന്ന പിന്നെ മകനെ ഹിഫ്ളിന് പഠിക്കുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് പഠിക്കാനൊക്കെ ഉള്ള തൗഫീഖിന് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഹാഫിളീങ്ങളിലും ആലിമീങ്ങളിലൊക്കെ ആ മകനെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദീനിലും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു തആല നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു തആല വളർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഉഷാറായിട്ട് നല്ല ഓർമ്മശക്തിയോടുകൂടെ ഹിഫ്ളോടുകൂടെ നല്ല അഖലോടുകൂടെ പഠിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഉന്മേഷത്തോടുകൂടെ ഒരു മടിയും പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല റാഹത്തിലായിട്ട് പഠിക്കാനൊക്കെ ഉള്ള തൗഫീഖ്. കാരണം വിശുദ്ധ ഖുർആനാണ് പഠിക്കുന്നത്, അതുപോലെ തന്നെ ഇൽമാണ് പഠിക്കുന്നത്. അതിനൊക്കെ വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു സമയം. ഇൻഷാ അല്ലാഹ് പിന്നെ സ്കൂള് ഒക്കെ പൂട്ടി ഇനി ഒരു പുതിയ പിന്നെ പ്രത്യേകിച്ച് 8ാം ക്ലാസ് അതുപോലെ തന്നെ +1 ഒക്കെ അഡ്മിഷൻ എടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ഉസ്താദിൻ്റെ ഒരു ദർസുണ്ട് വളാഞ്ചേരി ഭാഗത്ത്. താല്പര്യമുള്ളവർ പിന്നെ കുറച്ച് ആളുകൾ കുട്ടികളുണ്ടെന്ന് പറഞ്ഞെന്ന് വിളിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർ ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ടിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ നല്ല ദർസ് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. വളാഞ്ചേരി ഭാഗത്താണ് ദർസ് ഉള്ളത്. പിന്നെ ദർസും അതിനോടനുബന്ധിച്ച് സ്കൂൾ സൗകര്യങ്ങളൊക്കെ ഉള്ള സൗകര്യമാണ്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിൻ്റെ പിന്നെ 5ാം ക്ലാസ് മുതൽ അതുപോലെ തന്നെ 8 മുതൽ അല്ലെങ്കിൽ +1 +2 അല്ലെങ്കിൽ ഡിഗ്രി ഇതിനൊക്കെ സൗകര്യവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ പിന്നെ ആ നാട്ടുകാർ ചെയ്തു കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമാണ്. താല്പര്യമുള്ളവരൊക്കെ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, പിന്നെ ദർസും പഠിക്കുക. അതിന് കൂടെ നമ്മൾ സ്കൂളിലെ സൗകര്യങ്ങളും പോകാനും വരാനൊക്കെയുള്ള സൗകര്യം അതൊക്കെ നാട്ടിലെ പിന്നെ കമ്മിറ്റി ചെയ്തു കൊടുക്കുന്നതാണ്, നാട്ടുകാർ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയ ദർസാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ എൻ്റെ താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് പഠിക്കാനൊക്കെ ഉള്ള ഹിഫ്ളല്ല ദർസും അതുപോലെ തന്നെ പിന്നെ സ്കൂളിലെ സൗകര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അനീസ എന്ന് പറയുന്നൊരു സഹോദരി കർണാടകയിലുള്ള സഹോദരിയാണ്. ഭർത്താവിനും കുടുംബത്തിനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഉണർത്തുക. ഞാൻ 1-2 ദിവസം ചെറിയ തിരക്കിലായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവരൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നമ്മളെ ദുആൻ്റെ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുകയാണ്. ഒരുപാട് ഞാൻ ദുആ ചെയ്യുന്നത് നമ്മളാണെങ്കിലും ഒരുപാട് മുഅ്മിനീങ്ങളായ സഹോദരിമാർ, ഉപ്പമാരും ഉമ്മമാരും മക്കളൊക്കെ കേൾക്കുന്നവരാണ്. നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ കേട്ടാൽ പോരാ, നമ്മളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ഒന്ന് മനസ്സിട്ട് ഞാൻ ഈ ദുആ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ കേൾക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ പറയുന്നവരാണെങ്കിലും ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, ഒന്ന് വല്ല നാവുകൊണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഒന്ന് അനക്കിയിട്ട് ഒന്ന് ആമീൻ പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കും എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുടുംബത്തിൽ വീട്ടിൽ നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ ആമീനൊക്കെ പറയുമ്പോൾ അതിനൊക്കെ വലിയ കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓതിയ ഖിറാഅത്ത് റഹ്മാനെ റബ്ബേ നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ, അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇരു ലോകത്തും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ശാരീരികമായ സാമ്പത്തികമായ മാനസികമായ എല്ലാവിധ പ്രയാസങ്ങളും നീക്കി സന്തോഷത്തോടുകൂടെ ഇസ്സത്തോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഞങ്ങളെ വീട്ടിൽ മക്കളിൽ കുടുംബത്തിൽ ആരോഗ്യത്തിൽ ഭാര്യമാരിൽ മക്കളിൽ ഭാര്യ ഭർത്താക്കന്മാർ റഹ്മാനെ റബ്ബെ സഹോദരന്മാർ നമ്മളൊക്കെ മക്കളിൽ അതുപോലെ തന്നെ പേരമക്കളിൽ റഹ്മാനെ റബ്ബെ എല്ലാവരിലും കുടുംബത്തിൽ കൂട്ടുകാരിൽ അയൽവാസികൾ സഹപ്രവർത്തകരിൽ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രവർത്തനങ്ങൾ ജോലി ചെയ്യുന്നവർ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രവാസികളായ
നമ്മുടെ ക്ലാസ് കേൾക്കുന്ന നാമവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ പ്രവാസികളുണ്ട്. റഹ്മാനെ റബ്ബ് അവർക്കൊക്കെ നീ ഇസ്സത്ത്, അവർക്കും ഞങ്ങൾക്കും നീ ഇസ്സത്ത് നൽകണ റഹ്മാനെ, ഐശ്വര്യം നൽകണ റഹ്മാനെ, അഭിവൃദ്ധി നൽകണ റഹ്മാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പ്രത്യേകിച്ച് ഇന്ന് പറയപ്പെട്ട എല്ലാവരുടെ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ട് അവരുടെ ഖബറിടം നീ സ്വർഗീയ പൂന്തോപ്പൊക്കെ അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ ഓതീതൻ അവരുടെ ഖബറിലേക്ക് എത്തിച്ച് അവരുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കിയ റഹ്മാനെ. നിന്റെ റഹ്മത്തിൻ്റെ കവാടം നീ ചൊരിഞ്ഞു കൊടുക്കണം റഹ്മാനെ. റഹ്മത്തിൻ്റെ മലക്കുള്ള സാന്നിധ്യമുള്ള ഖബറാക്കി മാറ്റണം റഹ്മാനെ. അവർക്ക് നീ ഈനാസായി നേരം പോക്കാക്കിയിട്ട് ഞങ്ങളെ ഖിറാഅത്തിനെ നീ ഏറ്റെടുത്ത് അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് നാളെ സ്വർഗീയ ലോകത്ത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാനൊക്കെയുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും ഞങ്ങളിൽ നിന്ന് മൗത്തായവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാൻ. ഞങ്ങളെ മാതാപിതാക്കളെ, ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും ഖുവ്വത്തും നീ പ്രദാനം ചെയ്യണം റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, സഹകരിച്ചവർ റഹ്മാനെ റബ്ബേ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രേക്ഷകരായ ആളുകൾ, നമ്മുടെ പലതരക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ റഹ്മാനെ റബ്ബേ, എല്ലാവർക്കും നീ ഖൈർ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നീ ഖൈർ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. ഈമാനോടുകൂടിയുള്ള മരണം നീ പ്രദാനം ചെയ്യുന്ന റഹ്മാനെ. നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ എല്ലാവിധ ബാധ്യതകളും തീർത്തുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ മരണപ്പെടാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. നമ്മിൽ നിന്നും ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഈ വർഷം ഹജ്ജിനും പോകുന്നവരുണ്ട് റഹ്മാനെ റബ്ബെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയൊക്കെ നിർവഹിക്കാനൊക്കെയുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. വരുന്ന വർഷങ്ങളിലായിട്ട് ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഉംറക്കൊക്കെ തൗഫീഖ് നൽകണം റഹ്മാനെ. റഹ്മാനെ റബ്ബി നീ തൗഫീഖ് നൽകണം റഹ്മാൻ. അതിനുള്ള എല്ലാവിധ വഴികളും നീ തുറന്നു നൽകണം റഹ്മാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ റഹ്മാനെ റബ്ബെ അവിടുത്തെ ചാരത്ത് നിന്നുകൊണ്ട് റഹ്മാനെ റബ്ബെ സ്വലാത്തും സലാമും പറയാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അവിടുത്തെ ജിവാറിൽ നിന്നുകൊണ്ട് റഹ്മാനെ റബ്ബെ നാളെ സ്വർഗീയ ലോകത്ത് അവിടുത്തെ ജിവാറിൽ നിന്നുകൊണ്ട് റഹ്മാനെ റബ്ബെ നിന്റെ ലിഖാ കാണാൻ, നിന്നെ കാണാൻ പൗർണമി ചന്ദ്രനെ പോലെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ റഹ്മാനെ റബ്ബെ പൗർണമി ചന്ദ്രനെ പോലെ കാണാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.